7ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള അവസാന ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാപ്റ്റർ 12 സൗരതാപനവും അന്തരീക്ഷസ്ഥിതിയും, ചാപ്റ്റർ 13 ഇന്ത്യയിലൂടെ. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ. ധ്രുവങ്ങളിലേക്ക് അടുക്കുംതോറും താപം ക്രമേണ കുറഞ്ഞു വരുന്നതിന് കാരണം സൂര്യരശ്മികൾ ചരിഞ്ഞ് പതിക്കുന്നതുകൊണ്ട്. സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ സോളാർ പാനൽ. പ്രാദേശിക താപവ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ സൗരോർജം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം. അന്തരീക്ഷ താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകങ്ങളാണ് ഹെക്ടോ പാസ്കൽ, മില്ലി ബാർ എന്നിവ. അന്തരീക്ഷ താപം അളക്കാൻ തെർമോമീറ്ററും അന്തരീക്ഷ മർദ്ദം അളക്കാൻ ബാരോമീറ്ററും. സൂര്യോദയത്തിന് തൊട്ടു മുൻപ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില. ഒരു ദിവസത്തെ കൂടിയ താപനില ഏത് സമയത്താണ്? ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനില. സൂര്യതാപത്താൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷവായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന തരത്തിലുള്ള വായുവിൻ്റെ ചലനം അറിയപ്പെടുന്നത് വായുപ്രവാഹങ്ങൾ. മർദ്ദം കൂടിയ പ്രദേശത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനം കാറ്റ്. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അറിയുന്നതിന് സഹായിക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ. കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്തുന്ന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. അന്തരീക്ഷവായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആർദ്രത. ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത. ആർദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. നീരാവി തണുത്തുറഞ്ഞ് ജലമായി മാറുന്ന പ്രക്രിയ ഘനീകരണം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന ജലകണികൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നത് മേഘങ്ങൾ. താഴ്വരകളിലും ജലാശയങ്ങൾക്കു മുകളിലും പുക പോലെ നേർത്ത ജലകണികൾ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം മൂടൽമഞ്ഞ്. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും ജലകണികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രതിഭാസം തുഷാരം. തുടർച്ചയായ ഘനീകരണം മൂലം മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പം കൂടുകയും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ അവ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസം വർഷണം. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. മഴ അളക്കുന്നതിനുള്ള ഉപകരണം റെയിൻ ഗേജ്. മഴ രേഖപ്പെടുത്തുന്ന ഏകകങ്ങൾ സെൻറ്റിമീറ്റർ, ഇഞ്ച്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥ ദിനാന്തരീക്ഷ സ്ഥിതി. ദീർഘകാലമായ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി കാലാവസ്ഥ. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. അന്തരീക്ഷ താപവർദ്ധനവിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. ഉത്തര പർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത്
ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8°4 മുതൽ 37°6 വരെ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68°7 മുതൽ 97°25 വരെ. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത നിര. മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നത് ഉത്തരപർവ്വത നിര. ഹിമാലയൻ നിരകൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിൽ. ഹിമാലയ പർവ്വതനിരയുടെ നീളം ഏകദേശം 2400 കിലോമീറ്റർ. ഹിമാലയൻ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൽ. ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ ഉയരം കുറവായിരിക്കും. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽമണ്ണ് നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട സമതലം ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം. ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണ് ഉത്തരമഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ളത് ഉത്തരമഹാസമതലത്തിൽ. രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ജോവർ, ബജ്ര. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഉഷ്ണമരുഭൂമി താർ മരുഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകൾ വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുത്ഭവിക്കുന്ന പ്രധാന നദികൾ ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഭൂരിഭാഗം പ്രദേശങ്ങളും ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണുന്ന മണ്ണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ഏകദേശം 6100 കിലോമീറ്റർ. ആൻഡമാൻ നിക്കോബർ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിൽ. കിഴക്കൻ തീരസമതലത്തിലെ നദികൾ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യം സ്രാവം അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നത് പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾക്ക് മേൽ രൂപപ്പെട്ട ദ്വീപുകൾക്ക് ഉദാഹരണം ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാറിലെ ചില ദ്വീപുകൾ. വാരണസി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗംഗ. പ്രധാന ഉപദ്വീപീയ നദികൾ ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തി. ഉത്തരമഹാസമതലത്തെയും മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനം എക്കൽ മണ്ണ്. ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ് എക്കൽ മണ്ണ്. പരുത്തി, കരിമ്പ് എന്നീ വിളകളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്
കറുത്ത മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങൾ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണ്. ഇന്ത്യയുടെ കാലാവസ്ഥ അറിയപ്പെടുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശം ചിറാപുഞ്ചി. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലെ ഖാസി കുന്നുകളുടെ തെക്കേ ചെരുവിൽ. ചിറാപുഞ്ചി അറിയപ്പെടുന്ന മറ്റൊരു പേര് സൊഹ്റ. ഇന്ത്യയിൽ 2 തരം മഴക്കാലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവും വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നു മുതലാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെ. വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന വനങ്ങൾ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഇലപൊഴിയും കാടുകൾ. ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകൾ. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ.